The Lord has gathered us again together to meditate upon the Word of God. ദൈവവചനം ധ്യാനിക്കേണ്ടതിനു വേണ്ടി ഒരിക്കൽ കൂടെ ദൈവം നമ്മെ കൂട്ടിവരുത്തി. In the last few days we were talking about spiritual strength. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ആത്മീക ശക്തിയെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരുന്നത്. The importance of being strengthened in the inner man. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത. Then we saw from 2 Corinthians 12 how the strength of God helps us to face problems and difficulties in life. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നിന്ന് നാം ചിന്തിക്കുകയുണ്ടായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം എന്നും. We will look at another aspect of spiritual strength today. ആത്മീക ശക്തിയെക്കുറിച്ചുള്ള മറ്റൊരു ഘടകം കൂടെ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. Now we are all familiar with physical strength. നാം എല്ലാവരും നമ്മുടെ ശാരീരികമായ ശക്തിയെക്കുറിച്ച് അറിവുള്ളവരാണ്. We fight with our physical strength. നാം നമ്മുടെ ഭൗമിക ശക്തി കൊണ്ട് പോരാടുന്നവരാണ്. But what do we achieve by our spiritual strength? പക്ഷേ ഭൗമികമായ ശക്തി കൊണ്ട് നാം എന്താണ് നേടുന്നത്? We can handle struggles in life if we are strong spiritually. നാം ആത്മീകമായി ശക്തന്മാരാണെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. Now we will look at the demonstration or manifestation of spiritual power in the life of a person. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീക ശക്തിയുടെ അല്ലെങ്കിൽ അകമേയുള്ള മനുഷ്യന്റെ ശക്തിയുടെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം. Shall we turn to 1 Samuel chapter 17? 1 ശമൂവേൽ 17-ാം അധ്യായത്തിലേക്ക് വരാം. There we see a young lad, a young boy. അവിടെ ഒരു യുവാവിനെ നമുക്ക് കാണാൻ സാധിക്കും. David as a young lad. ഒരു ബാലനായ ദാവീദ്. And in his life we see the power of God, the strength of God demonstrated in a mighty way. ആ യുവാവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി മഹത്വകരമായ രീതിയിൽ പ്രകടമായത് നമുക്ക് കാണാം. 1 Samuel 17 talks about the victory that he won over the giant Goliath. 1 ശമൂവേൽ 17-ാം അധ്യായം ഫലിസ്തീനായ ഗോലിയാത്തിന്റെ മേൽ നേടിയ വിജയത്തെക്കുറിച്ചാണ് പറയുന്നത്. Do you have any doubt that it was spiritual power? അത് ആത്മീക ശക്തി അല്ലെന്ന് ഏതെങ്കിലും രീതിയിലുള്ള സംശയമുണ്ടോ? Because by physical power David as a little boy could never have victory over that giant. ഒരു ബാലൻ എന്ന നിലയിൽ ദാവീദിന് ഈ വലിയ മല്ലന്റെ മേൽ ഒരു വിജയം നേടുവാൻ സാധ്യമല്ല. There were many disadvantages for David. ദാവീദിന് ഒരുപാട് പോരായ്മകൾ നമുക്ക് കാണാം. He was young, that's one thing. താൻ പ്രായത്തിൽ കുറഞ്ഞവനാണ്, അതൊന്നാണ്. He did not have any weapon. ആയുധങ്ങളൊന്നും തന്റെ കയ്യിലില്ല. And he didn't know how to fight. He was just a shepherd. താൻ ഒരു ഇടയ ബാലനാണ്, തനിക്ക് പോരാടാൻ അറിയില്ല. And he has no experience in fighting. പോരാട്ടം നയിച്ച് ഒരു പ്രാവീണ്യം തനിക്കില്ല. So every way physically he was unfit for a battle. എല്ലാ അർത്ഥത്തിലും ഭൗമികമായി ഒരു യുദ്ധത്തിന് താൻ പ്രാപ്തനല്ല. And he was definitely unfit to fight against this great big Goliath. അത് മാത്രമല്ല ഈ വലിയ മല്ലനോട് പോരാടുവാൻ താൻ ഒട്ടും യോഗ്യനുമല്ല. But then how did he win a victory? പക്ഷേ എങ്ങനെയാണ് താൻ വിജയം കൈവരിച്ചത്? Not by his experience, തന്റെ പ്രാവീണ്യ നിമിത്തമല്ല. not by his physical strength, തന്റെ ശാരീരികമായിട്ടുള്ള ബലം കൊണ്ടല്ല. not by his strategy in the battle, യുദ്ധതന്ത്രങ്ങൾ കൊണ്ടല്ല. no, not by any of those things. അല്ല, ഈ പറഞ്ഞതൊന്നുമല്ല. How did this young lad defeat and kill Goliath? എങ്ങനെയാണ് ഈ ബാലൻ ദാവീദിനെ പരാജയപ്പെടുത്തി വിജയിച്ചത്? Not in his own strength, തന്റെ ശക്തി കൊണ്ട് മാത്രമല്ല, by the power of God. പക്ഷെ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ്. The strength of God that was manifested in the life of this young boy. ഈ ബാലന്റെ ജീവിതത്തിൽ പ്രകടമായി വന്ന ദൈവത്തിന്റെ ശക്തി. Now here is a word for all young people. ഇവിടെ എല്ലാ യുവാക്കൾക്കും ഒരു വാചകം ഇതാ. You don't have to become old to experience the strength of God in your life. ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകേണ്ടതിന് വേണ്ടി നാം പ്രായം ചെല്ലണമെന്നില്ല. Many great men in the history of the church achieved great things when they were young. സഭയുടെ ചരിത്രത്തിൽ പല പ്രഗൽഭരും
പല കാര്യങ്ങൾ നേടിയത് ഈ ചെറുപ്രായത്തിലാണ്. Even as a young person, ഒരു യുവാവെന്ന നിലയിൽ if you will walk close to God in your daily life, ദൈവവുമായിട്ട് അടുത്ത് ചേർന്ന് നടക്കുന്നുവെങ്കിൽ you can achieve great things. നിങ്ങൾക്കും വൻ കാര്യങ്ങളെ നേടുവാൻ സാധിക്കും. Last week we talked about Joseph, who was a young man. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ യുവാവായ യോസേഫിനെ കുറിച്ച് സംസാരിച്ചു. And when he became the leader in Egypt, he was only 30. താൻ മിസ്രൈമില് ഒരു നേതാവായി എഴുന്നേൽപ്പിച്ചപ്പെട്ടപ്പോൾ തനിക്ക് 30 പ്രായം. So he's a very young man. താൻ ഏറ്റവും പ്രായം കുറഞ്ഞവനാ. And he started his spiritual career early in life. തന്റെ ആത്മീക ജീവിതം തന്റെ ജീവിതത്തിൽ വളരെ പ്രായം എത്തുന്നതിന് മുൻപേ തന്നെ ആരംഭിച്ചു. So here is another young man. ഇവിടെ ഇതാ മറ്റൊരു ചെറുപ്പക്കാരൻ demonstrating God's power through his life. ദൈവത്തിന്റെ ശക്തി തന്റെ ജീവിതത്തിലൂടെ പ്രസിദ്ധമാക്കുന്നു. If that was possible for David, that's possible for all young men and women today also. ഇത് ദാവീദിനാൽ സാധ്യമായെങ്കിൽ ഇന്നും എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും ഇത് സാധ്യമാണ്. Okay, let us look at the demonstration of God's power in the life of David. നമുക്ക് ദാവീദിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടതിനെ കുറിച്ച് നമുക്ക് നോക്കാം. In 1 Samuel chapter 17, 1 ശമൂവേൽ 17 അധ്യായത്തിൽ when the chapter opens up, it opens with a scene of battle. ഈ അധ്യായം തുറന്നു വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു യുദ്ധ രംഗമാണ്. We will when you read verses 1 to 3, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ you see two enemy forces standing one against the other. രണ്ട് ശത്രുക്കൾ അവർക്ക് അഭിമുഖമായി നിൽക്കുന്നത് കാണാം. Verse 3, the Philistines stood on a mountain, and same verse, Israel stood on another mountain against them. 3-ാം വാക്യത്തിൽ ഫെലിസ്ത്യർ ഒരു മലഞ്ചെരുവിൽ നിൽക്കുന്നു. അപ്പോൾ തന്നെ ഇസ്രായേലും മറ്റൊരു പ്രദേശത്ത് ഒരു മലഞ്ചെരുവിൽ അന്യോന്യം എതിരിട്ട് നിൽക്കുന്നു. So the chapter opens up with the scene with a battlefield, scene of battle. അപ്പോൾ ഈ അധ്യായം നമ്മുടെ മുൻപിൽ തുറന്നു വരുന്നത് തന്നെ ഒരു യുദ്ധരംഗമായിട്ടാണ്. And when you read verses 4 to 7, 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ you read about the champion, the leader of the Philistines. ഫലിസ്തീനയുടെ നേതാവിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. His name is Goliath, as all of us know. അവന്റെ പേര് ഗോലിയാത്ത് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. And there is a description of his size and the weapons that he had. അവന്റെ ശരീരഘടനയെ കുറിച്ചും അവന്റെ ആയുധങ്ങളെ കുറിച്ചും ഒരു വിവരണം അവിടെ കൊടുത്തിട്ടുണ്ട്. In verse 4 we read about his height. 4-ാം വാക്യത്തിൽ അവന്റെ നീളത്തെ കുറിച്ച് പറയുന്നുണ്ട്. We read that he was 6 cubits and a span. അവിടെ നമ്മൾ വായിക്കുന്നത് 6 മുഴവും എന്ന് നമ്മൾ വായിക്കുന്നു. Well, we don't understand that very well. അത് കൃത്യമായിട്ട് ഒരു പക്ഷേ നമുക്ക് മനസ്സിലായിരുന്നില്ല എന്ന് വരും. In today's understanding, ഇന്നത്തെ അറിവിൽ, he was very, very tall. താൻ അത്യന്തം ഉയരമുള്ളവനായിരുന്നു. Even if you see a man of 6 feet, you say he's a tall man. നമ്മളൊരു 6 അടി പൊക്കക്കാരനെ കണ്ടാൽ നമ്മൾ പറയും അയാൾ വളരെ പൊക്കമുള്ളവനാണ് എന്ന് പറയും. But this Goliath was almost 9.75 feet. ഈ ഗോലിയാത്ത് എന്ന് പറയുന്നവൻ 9.7 അടി ഉയരമുള്ളവനാണ്. Or in other words, he was almost 10 feet. ഏറെക്കുറെ 10 അടിയോളം ഉയരമുള്ള ഒരു മനുഷ്യൻ. 6 feet itself is big. 6 അടി തന്നെ ഉയരമാണ്. This man is almost 10 feet. ഏകദേശം 10 അടി ഉയരം. In the recorded history, രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ, the tallest man was a man called റോബർട്ട് വാട്ട്ലോ എന്ന വ്യക്തിയാണ് ഏറ്റവും ഉയരമുള്ളവനായിട്ട്. He lived in Illinois in USA. യുഎസിൽ ഇലിനോയിലായിരുന്നു താൻ ജീവിച്ചിരുന്നത്. His height was 8.11 and a half. 8.11 ആയിരുന്നു അദ്ദേഹത്തിന്റെ ഉയരം. Let us say almost 9 feet. ഏകദേശം 9 അടി. 9 less than 9 feet. 9 അല്പം താഴെ. He is the tallest man in recorded human history. മനുഷ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതിൽ ഏറ്റവും ഉയരമുള്ള ഒരു മനുഷ്യൻ. And here is Goliath, taller than that. ഇവിടെ ഗോലിയാത്ത് അവനേക്കാൾ ഉയരമുള്ളവൻ. And we don't have to talk about David, because all of us know he was just a young shepherd boy, a young lad. ഈ ദാവീദിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇടയബാലനായിരുന്നു. If David had to look up to Goliath, he had to literally look up.
ദാവീദിനെ ഗോലിയാത്തിനെ നോക്കണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ മേളിലേക്ക് തന്നെ നോക്കണം. He had to lift his head up to see this giant. തന്റെ തല നല്ലോണം ഉയർത്തിയാലേ ഇദ്ദേഹത്തിന് കാണാൻ സാധിക്കുകയുള്ളൂ. So at the very opening of this chapter, അതുകൊണ്ട് ഈ അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ you see that the enemy is very strong and intimidating, frightening. ശത്രു അത്യന്തം ശക്തനും നമുക്ക് ഭീതി ജനിപ്പിക്കുന്ന ഒന്നുമാണ്. That is the opening scene. ഇതാണ് ആരംഭിക്കുന്ന രംഗം. Strong enemy. അതിശക്തനായ ശത്രു. When you read verses 8 and 9, 8ഉം 9ഉം നമ്മൾ വായിക്കുമ്പോൾ you hear his battle cry, Goliath's battle cry, challenge. ഗോലിയാത്തിന്റെ യുദ്ധത്തോടുള്ള ഗർജനവും വെല്ലുവിളിയും നമുക്ക് കാണാൻ സാധിക്കും. And then you have a description of his weapons. തന്റെ ആയുധങ്ങളെ കുറിച്ചുള്ള വിവരണവും നമുക്ക് കാണാം. We read in verse 5 about his helmet and coat of mail, and the weight of the coat was 5,000 shekels of bronze, and all that. In it's a very vivid description of his weaponry. 5ഉം 6ഉം വാക്യങ്ങളിലൊക്കെ തന്റെ ശിരസ്ത്രം അതുപോലെ തന്നെ കവചത്തെ കുറിച്ചൊക്കെ പല കാര്യങ്ങൾ അവിടെ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. So the size of the giant, the enemy, is very big. നമ്മുടെ ശത്രുവിന്റെ ശരീരഘടന തന്നെ വളരെ വലുതാണ്. And he is very powerful because he has all sorts of weapons with him. താൻ അത്യന്തം ശക്തനാണ്, കാരണം പലതരത്തിലുള്ള ആയുധങ്ങൾ തനിക്കുണ്ട്. His whole body is covered. തന്റെ സർവ്വ ശരീരവും കവചിതമാണ്. Starting from head, everything is covered. ശിരസ് മുതൽ താഴെ വരെ എല്ലാം മൂടപ്പെട്ടവൻ. And he had a big spear. തനിക്ക് വലിയൊരു കുന്തം കയ്യിലുണ്ട്. So it's a very frightening scene. വളരെ ഭീതിജനകമായ ഒരു രംഗം. And all the Israelites who heard him and saw him ran in fear. തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഇസ്രായേൽ മക്കളും ഭീതിയോടെ ഓടുകയാണ്. In verse 11 you read that. 11ാം വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. When Saul and all Israel heard these words of the Philistine, they were dismayed and greatly afraid. ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലരും കേട്ടപ്പോൾ ഭ്രമിച്ചു, ഏറ്റവും ഭയപ്പെട്ടു എന്ന് വായിക്കുന്നു. Who is Saul? ആരാണ് ശൗൽ? Saul is the king of Israel. ഇസ്രായേലിന്റെ രാജാവാണ് ശൗൽ. And he is greatly afraid. The king himself is afraid. ഈ രാജാവ് തന്നെ ഭ്രമിച്ചും ഭയപ്പെട്ടും ഇരിക്കുക. And if the king is afraid, then what to say about the people? രാജാവ് തന്നെ ഭയപ്പെട്ടാൽ പിന്നെ പ്രജയുടെ കാര്യങ്ങൾ എന്തു പറയണം? Then when you look at verse 24, പിന്നെ 24ാം വാക്യത്തിലേക്ക് വരുമ്പോൾ you again read that they ran from his presence. പിന്നെ നമ്മൾ അവിടെ വായിക്കുന്നു, അവന്റെ മുൻപിൽ നിന്ന് ഓടി എന്ന് വായിക്കുന്നു. When they saw the man, they were dreadfully afraid. അവർ അവനെ കണ്ടപ്പോൾ ഏറ്റവും ഭയപ്പെടുകയും ഓടുകയും ചെയ്തു. They fled from his presence. അവന്റെ സന്നിധിയിൽ നിന്ന് അവർ ഓടിപ്പോയി. So very, very frightening enemy, very frightening strong enemy and picture. വളരെ ഭീതിജനകമായ ശത്രുവും അത്രയും തന്നെ ഭീതിജനകമായ രംഗവും. Can anyone fight against him? ഇവനെ ആർക്കെങ്കിലും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാമോ? Saul the king cannot fight because he himself is running. ശൗലിന് തന്നെ രാജാവിനെന്ന നിലയിൽ യുദ്ധം ചെയ്യാൻ കഴിയില്ല, അവൻ തന്നെ ഓടുകയാണ്. He is afraid. അവൻ തന്നെ പേടിച്ചിരിക്കുന്നു. Then who will handle this enemy? പിന്നെ ആരാണ് ഈ ശത്രുവിനെ കൈകാര്യം ചെയ്യുക? That is when God brings young David to the scene. ഈ സമയത്താണ് ദൈവം ദാവീദിനെ ഈ രംഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. When you come to verse 26, 26ാം വാക്യത്തിലേക്ക് വരുമ്പോൾ David came there. ദാവീദ് അവിടെ വരുന്നു. And he is making an inquiry about what's going on. അവിടെ എന്ത് നടക്കുന്നു എന്നതിനെ കുറിച്ച് ആരായുന്നു. David spoke to the men there. ദാവീദ് അവിടെയുള്ള വ്യക്തികളോട് സംസാരിച്ചു. What is this fellow doing here? ഇവൻ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. Who is this uncircumcised Philistine? ഈ അഗ്രചർമ്മിയായ ഈ ഫിലിസ്ത്യൻ ആരെന്ന് ചോദിച്ചു. Why is he defying the armies of the living God? ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ തുച്ഛീകരിക്കുന്ന ഇവനാർ. And the people answered and told all the details. മറ്റുള്ള വിവരണങ്ങൾ അവർ അവന് കൊടുത്തു. David comes to the scene. ദാവീദ് ഈ രംഗത്തിലേക്ക് പ്രവേശിക്കുന്നു. Not a strong man, ഒരു ശക്തനായിട്ടല്ല, not a warrior, ഒരു പോരാളിയായിട്ടല്ല, no weapons in his hand. ആയുധങ്ങളൊന്നും തന്റെ കയ്യിലില്ല. He did not come to the battle. Actually, he came to give food to his brothers. He did not come to fight. അവൻ വാസ്തവത്തിൽ യുദ്ധം ചെയ്യാൻ വന്നതല്ല, തന്റെ സഹോദരങ്ങളെ ഭക്ഷണം നൽകി പോഷിപ്പിക്കാൻ വന്നവനാ. But when David came and saw the scene, പക്ഷെ ദാവീദ് വന്ന് ഈ രംഗം കണ്ടപ്പോൾ he immediately started talking about God. അവൻ അപ്പോൾ തന്നെ ദൈവത്തെക്കുറിച്ച് ദാവീദ് സംസാരിക്കാൻ തുടങ്ങി. If you take time to read the following verses,
തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കാൻ നിങ്ങൾ സമയമെടുത്താൽ David talked about God in that context 8 or 9 times. 8 or 9 ആവർത്തി ദൈവത്തെക്കുറിച്ച് ദാവീദ് അവിടെ പരാമർശിക്കുന്നുണ്ട്. In verse 26, 26ാമത്തെ വാക്യം living God. ജീവനുള്ള ദൈവം. Then verse 36, again living God. 36ൽ പിന്നെയും ജീവനുള്ള ദൈവം. Verse 37, the Lord. 37ൽ കർത്താവ്. And then again in verse 45 you read about the name of the Lord. 45ൽ ദൈവത്തിന്റെ നാമം. Verse 46, the Lord will deliver. 46ൽ യഹോവ വിടുവിക്കും. And then 46, a second time he talks about God. പിന്നെയും 46ൽ ഒരു വട്ടം കൂടെ ദൈവത്തെക്കുറിച്ച് പറയുന്നു. In 47 he talks about God 2 times. 47ൽ 2 പ്രാവശ്യം ദൈവത്തെ ഉച്ചരിക്കുന്നു. So if you take time to count them, ഇതെല്ലാം എണ്ണുവാൻ സമയമെടുത്താൽ how many times does David take the name of God? എത്ര ആവർത്തി ദൈവത്തിന്റെ നാമം ദാവീദ് എടുത്തു? The living God, ജീവനുള്ള ദൈവം, the Lord, യഹോവ കർത്താവ് of Israel. ഇസ്രായേലിന്റെ ദൈവം. 8 or 9 times David talks about God. 8 or 9 ആവർത്തി ദൈവത്തെക്കുറിച്ച് ദാവീദ് പരാമർശിച്ചു. Now the interesting thing is, Israelites or their leader Saul doesn't say a word about God. നമുക്ക് ജിജ്ഞാസ ഉണർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് Israel or Saul, they don't talk about ഇസ്രായേലും ശൗലും ദൈവത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. They are the people of God. അവര് ദൈവത്തിന്റെ തന്നെ ജനമാണ്. Saul and Israelites should say, our God will deliver us. That is what they should say. ശൗലും ഇസ്രായേൽ മക്കളും ദൈവം നമ്മെ വിടുവിക്കും എന്ന് അവർ പറയണം. അതാണ് അവർ പറയേണ്ടത്. They don't talk a word about God. അവര് ദൈവത്തെക്കുറിച്ച് ഒരു ഉച്ചാരണം പോലും They are ചെയ്യുന്നില്ല. just running in fear. അവര് ഭയത്തിൽ ഓടുകയാണ്. But when David came to the scene, പക്ഷെ ദാവീദ് ഇവിടെ രംഗപ്രവേശനം ചെയ്തു. at the very first sight of what was going on, ആദ്യത്തെ കാഴ്ചയിൽ തന്നെ he was asking, who is this uncircumcised Philistine that he should defy the armies of the living God? Verse 26. 26ാം വാക്യത്തിൽ അപ്പോൾ തന്നെ ദാവീദ് ഇവനെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആര്? ജീവനുള്ള ദൈവത്തെ ദ്വേഷിക്കുവാൻ ഇവനാര്? And he started talking about God. അപ്പോൾ മുതൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ ദാവീദ് ആരംഭിച്ചു. 8 times about God. 8 പ്രാവശ്യം ദൈവത്തെക്കുറിച്ച്. God, 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 repeatedly that name. ദൈവം 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 എന്ന് ആവർത്തിച്ച് ആ നാമം മാത്രം. Wherever David looked, he saw God. എവിടെയൊക്കെ നോക്കിയോ അവിടെയൊക്കെ ദൈവത്തെ കണ്ട ദാവീദ്. Saul and the Israelites did not see God at all in that scene. ആ രംഗത്ത് ശൗലും ഇസ്രായേൽ മക്കളും ദൈവത്തെ കണ്ടതേയില്ല. But David, from the moment he came, he began to see God everywhere. ദാവീദ് അവിടെ പ്രവേശിച്ച മാത്രയിൽ തന്നെ എല്ലാ ഇടങ്ങളിലും ദൈവത്തെ കാണുന്ന ഒരു ദാവീദ്. Here is the source of David's strength. ഇവിടെയാണ് ദാവീദിന്റെ ശക്തിയുടെ സ്രോതസ്. He was intimately connected with God in his personal life. തന്റെ ജീവിതത്തിൽ അഭേദ്യമായ ഒരു ബന്ധം ദാവീദ് സ്ഥാപിച്ചിരുന്നു. He was conscious of God's presence. ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബോധവാനായ ദാവീദ്. You remember last week I told you that the Lord was with Joseph. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ദൈവം യോസെഫിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? And I explained and said that Joseph was always conscious of God's presence wherever he was. ജോസഫ് എവിടെയൊക്കെ ആയിരുന്നു അവിടെയൊക്കെ യോസെഫ് ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബോധവാനായിരുന്നു. Here is another young man. ഇവിടെ മറ്റൊരു ചെറുപ്പക്കാരൻ. David, conscious of God and his presence wherever he was. ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് തീവ്രമായ ബോധമുള്ള ദാവീദ്. Wherever he looked, he sees God. എവിടെയൊക്കെ നോക്കിയോ അവിടെയൊക്കെ ദൈവത്തെ കണ്ടു. He was intimately connected with God. ദൈവവുമായിട്ട് അത്രയേറെ അടുപ്പം സൂക്ഷിച്ചിരുന്നു. He was one who walked every moment with God. ദൈവവുമായിട്ട് സദാ നടന്നിരുന്ന ദാവീദ്. That is why he sensed God's presence in the battlefield. അതുകൊണ്ടാണ് യുദ്ധക്കളത്തിൽ പോലും ദൈവത്തിന്റെ സാന്നിധ്യം മണച്ച ദാവീദ്. What is in your mind, that is what you always see. എന്താണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അതാണ് നിങ്ങൾ എപ്പോഴും കാണുന്നത്. Wherever you look, you will see that. നിങ്ങൾ എവിടെ നോക്കിയാലും അത് കാണും. Once I was in Africa. ഞാൻ ഒരിക്കൽ ആഫ്രിക്കയിലായിരുന്നപ്പോൾ I love to see wildlife. ഈ വന്യ ജീവികളെ കാണാൻ ആഗ്രഹിക്കുന്നു. And some of us went to a forest there. അവിടെ ഒരു വനത്തിലേക്ക് പോയി.
to see animals. ഈ മൃഗങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. And two people with me, they were bird watchers. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേര് പക്ഷി നിരീക്ഷകരാണ്. I was animal lover, they were bird lovers. ഞാൻ മൃഗസ്നേഹിയാണ്, പക്ഷെ അവര് പക്ഷി സ്നേഹികളാണ്. So we were riding and looking for some animals. അപ്പൊ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തു, മൃഗങ്ങളെ അന്വേഷിച്ച് യാത്ര ചെയ്തു. And there in one place a very huge bison or wild buffalo was lying. ഒരു സ്ഥലത്ത് ഒരു വന്യമായ ഒരു കാളക്കോറ്റൻ കിടക്കുന്നത് കണ്ടു. Huge one. ഒരു വലിയ ഒരു കാളക്കോറ്റൻ. Buffalo. ഒരു കാട്ടുപോത്ത്. So I was very much excited to see that. അത് കാണുവാൻ ഞാൻ വളരെ ആശ്ചര്യം എനിക്ക് ഉള്ളവായി. So when I saw that I was really amazed. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ അതിശയമായി. But a little bird was sitting on top of that bison. ആ കാട്ടുപോത്തിന്റെ മുകളിൽ ഒരു ചെറിയ പക്ഷി വന്നിരിക്കുന്നു. When we saw this, അത് കണ്ട മാത്രയിൽ I said, "Oh, bison." ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഇതാ കാട്ടുപോത്ത് കിടക്കുന്നു. And these two people with me, they are saying, "Hey, look at that bird." ഈ മറ്റു രണ്ട് പക്ഷി സ്നേഹിതർ അവർ കണ്ടത് പക്ഷിയാ. They saw this big buffalo, but they are saying, "Look at that bird." അവർ ഇത്രയും വലിയ പോത്തിനെ കണ്ടിട്ടും അവർക്ക് അത് മനസ്സിലാകാതെ അവർ പറഞ്ഞത് ആ പക്ഷിയെ നോക്കുക എന്നാണ്. Why did they say that? എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്? Their heart is full of that bird. അവരുടെ ഹൃദയം മുഴുവൻ ആ പക്ഷിയെ നിറഞ്ഞിരിക്കുക. They are bird watchers. അവര് പക്ഷി നിരീക്ഷകരാണ്. Wherever they look, they see birds. അവർ എവിടെ നോക്കിയാലും അവർ കാണുന്നത് പക്ഷിയെ. Even if it is on top of a big buffalo, instead of buffalo, they see the birds. ആ ഒരു വലിയ കാട്ടുപോത്തിന്റെ മുകളിലായാൽ പോലും അവർ ആ കാട്ടുപോത്തിനെ ശ്രദ്ധിക്കുന്നതിന് പകരം പക്ഷിയെയാണ് ശ്രദ്ധിക്കുന്നത്. What is in your mind, that is what you see. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തോ ഉള്ളത് അതാണ് നിങ്ങൾ കാണുന്നത്. God was in the heart of David. ദൈവം ദാവീദിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. Therefore, wherever he looked, he saw God. അതുകൊണ്ട് എവിടെയൊക്കെ ദാവീദ് നോക്കിയോ അവിടെ ദൈവത്തെ കണ്ടു. That is the source of David's strength. അതാണ് ദാവീദിന്റെ ശക്തിയുടെ ഉറവിടം. He saw God as big. ദൈവത്തെ വലിയവനായി ദാവീദ് കണ്ടു. When he saw God as big, he saw Goliath as small. ദൈവത്തെ വലിയവനായി കണ്ടപ്പോൾ ഗോലിയാത്തിനെ ഒരു ചെറിയവനായിട്ടാണ് കണ്ടത്. You know, in the verse that we just read, നമ്മളിപ്പോൾ വായിച്ച ഒരു വാക്യത്തിൽ how is he referring to Goliath? ഈ ഗോലിയാത്തിനെ എങ്ങനെയാണ് അവൻ പരാമർശിക്കുന്നത്? Uncircumcised Philistine. ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ എന്നാണ് verse 26. 26. Uncircumcised Philistine. അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ. He is actually despising him. അവനെ തുച്ഛീകരിക്കുകയാണ്. How do others see Goliath? മറ്റുള്ളവർ എങ്ങനെയാണ് ഗോലിയാത്തിനെ കണ്ടത്? Saul and all the Israelites. ശൗലും സമ്പൂർണ്ണ ഇസ്രായേൽ മക്കളും എങ്ങനെ കണ്ടു? Oh, huge figure. വലിയ ഒരു രൂപം. Strong enemy. ശക്തനായ പോരാളി. They are frightened and they are running. അവനെ ഭയപ്പെട്ട് അവർ ഓടുകയാണ്. But how did David see him? പക്ഷെ ദാവീദ് എങ്ങനെയാണ് അവനെ കണ്ടത്? This uncircumcised Philistine. ഈ അഗ്രചർമ്മിയായ ഫലിസ്തീൻ എന്നാണ്. When you see God as big, you will see the enemy as small. നിങ്ങൾ ദൈവത്തെ വലിയവനായി കണ്ടാൽ നിങ്ങളുടെ ശത്രുവിനെ കുറഞ്ഞവനായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. You remember the Israelite spies going into Canaan to spy the land? ഇസ്രായേൽ മക്കളിലെ ഒറ്റുനോക്കാനായിട്ട് ഒറ്റുകാര് പോയത് ഓർക്കുന്നുണ്ടോ? In Numbers chapter 13-14, you know that? സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. Except Joshua and Caleb, ജോഷുവയും കാലേബും ഒഴികെ all the others came back and talked about the giants there. മറ്റ് എല്ലാവരും മടങ്ങി വന്ന് അവിടുത്തെ മല്ലന്മാരെ കുറിച്ചാണ് വിവരിച്ചത്. They said there are giants there. അവർ പറഞ്ഞു അവിടെ മല്ലന്മാരുണ്ട്. And we were like grasshoppers. നമ്മള് പുൽച്ചാടികളെ പോലെയാ. They saw themselves as small and the giants as big. അവരെ തന്നെ കുറഞ്ഞവരായിട്ടും മല്ലന്മാരെ അവരെക്കാൾ ശ്രേഷ്ഠന്മാരുമായി കണ്ടു. But what did Joshua and Caleb say? പക്ഷേ ജോഷുവയും കാലേബും എന്താ പറഞ്ഞത്? If God is with us, he will take us there and give us that land. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ നമ്മളെ അവിടെ കൊണ്ടുപോയി ആ സ്ഥലം കീഴ്പ്പെടുത്തും. They saw God as big. അവർ ദൈവത്തെ വലിയവനായിട്ട് കണ്ടു. And enemies as small. ശത്രുക്കളെ കുറഞ്ഞവരായും കണ്ടു. All the other spies, മറ്റ് നോക്കാൻ പോയവർ, they saw God as small and the enemies as big. അവര് ദൈവത്തെ ചെറുതായിട്ടും ശത്രുവിനെ വലുതായിട്ടും കണ്ടു. So it is a matter of our perspective.
how we see things. നാം എങ്ങനെ കാര്യങ്ങളെ വീക്ഷിക്കുന്നു നമ്മുടെ വീക്ഷണ കോൺ അടിസ്ഥാനമായിരിക്കുന്നു. How big is your God? നിങ്ങളുടെ ദൈവം എത്രത്തോളം വലിയവനാണ്? Your problem is bigger or your God is bigger? നിങ്ങളുടെ പ്രയാസങ്ങളാണോ വലുത് അതോ നിങ്ങളുടെ ദൈവമാണോ വലുത്? We sometimes say our enemy or our problem is very big. I am in a big problem. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്, എന്റെ പ്രശ്നമാണ്, എന്റെ ശത്രുവാണ് വലുത്. My problem is as high as the Mount Himalayas. ഹിമാലയൻ മലയേക്കാൾ വലുതാണ് എന്റെ പ്രശ്നങ്ങൾ. How big is your God? നിങ്ങളുടെ ദൈവം എത്രത്തോളം വലിയവനാണ്? God who created the Mount Himalayas. ദൈവം ഈ ഹിമാലയ പർവ്വതം സൃഷ്ടിച്ച ഈ ദൈവം. If your God is great, your problem will be small. നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വലിയവനാണെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ അതിനേക്കാൾ ചെറുതാണ്. Your enemy will be small. നിങ്ങളുടെ ശത്രു ചെറുതായിരിക്കും. So David saw God as big in this situation. ദാവീദ് ഈ സന്ദർഭത്തിൽ ദൈവത്തെ വലിയവനായി കണ്ടു. So David is sort of getting prepared. അപ്പോൾ ദാവീദ് ഇവിടെ ഒരുങ്ങുകയാണ്. But in verse 28, 28-ാം വാക്യത്തിൽ immediately there is a problem. അവിടെ പെട്ടെന്ന് ഒരു പ്രയാസമുണ്ടായി. From his oldest brother, തന്റെ ഏറ്റവും മുതിർന്ന ജ്യേഷ്ഠനിൽ നിന്ന് ഏലിയാബിൽ നിന്ന് he gets angry with David. താൻ ദാവീദിനോട് കയർത്തു. Why did you come here? ഇവൻ എന്തിനാ ഇവിടെ വന്നത്? Where did you leave all those sheep? ആ ആട്ടിൻകുട്ടികളെ എവിടെ കൊണ്ടുപോയി കളഞ്ഞു? You are a very proud fellow. നീ വളരെ അഹങ്കാരിയായ ഒരുവനാ. You have come to see the battle. നീ യുദ്ധം കാണുവാൻ വേണ്ടി വന്നിരിക്കുക. See, the moment David stepped forward, ദാവീദ് മുന്നോട്ട് വന്ന മാത്രയിൽ there was an opposition. അപ്പോൾ തന്നെ അവിടെ ഒരു പ്രയാസം താൻ നേരിടുക. From whom? ആരിൽ നിന്ന്? Not from outsiders. പുറമേ നിന്നല്ല. Not from the Philistines. ഫലിസ്തീനിൽ നിന്നല്ല. His own brother. തന്റെ സ്വന്തം സഹോദരനിൽ നിന്ന് എതിർപ്പ്. That always happens. അതെപ്പോഴും സംഭവിക്കും. Problem comes very often from within. പ്രയാസങ്ങൾ പലപ്പോഴും ഉള്ളിൽ നിന്ന് തന്നെ പുറപ്പെട്ടു വരും. May not be from outsiders. പുറമേ നിന്നോ അല്ല. When you step forward for God, നിങ്ങൾ ദൈവത്തിനു വേണ്ടി ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ, when you speak highly of God, ദൈവത്തെ ഉയർത്തി സംസാരിച്ചാൽ, there are people to oppose you from among the people of God. ദൈവമക്കളിൽ നിന്ന് തന്നെ നിങ്ങളെ എതിരിടുവാൻ ആൾക്കാർ എഴുന്നേൽക്കും. And Eliab got angry with him. ഏലിയാബ് തന്നോട് കയർത്തു. Dear brothers and sisters, expect this. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത് പ്രതീക്ഷിക്കുക. There are Eliabs everywhere. ഏലിയാബ് എല്ലായിടത്തും ഉണ്ട്. In all churches, Eliabs are there. എല്ലാ സഭയിലും ഏലിയാബുമാരുണ്ട്. You plan to do something good, immediately they will oppose. നിങ്ങൾ നല്ലത് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ അപ്പോ എതിർപ്പ് വരും. And very unreasonable. There's no reason. യാതൊരുവിധ ന്യായവുമില്ലാത്ത എതിർപ്പുകൾ. David did not come to see the battle. ദാവീദ് യുദ്ധം കാണാൻ വന്നവനല്ല. David came with food for him. അവനുള്ള ഭക്ഷണവുമായിട്ട് വന്നവനാണ് ദാവീദ്. But he is saying, "Oh, you came to see the battle." പക്ഷെ അവൻ പറയാണ്, നീ യുദ്ധം കാണാൻ വന്നിരിക്കുന്നു. Now see how David handled that situation. ദാവീദ് അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കുക. That is another mark of David's spiritual strength. അത് ദാവീദിന്റെ ആത്മീക ശക്തിയുടെ മറ്റൊരു മുദ്രയാണ്. If you have spiritual strength inside, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ആത്മീക ശക്തി ഉണ്ടെങ്കിൽ, you will see God as big, enemy as small. നിങ്ങൾ ദൈവത്തെ വലിയവനും ശത്രുവിനെ ചെറിയവനുമായി കാണും. You will see God everywhere in the midst of that situation. അതിന്റെ മധ്യേ നിങ്ങൾ എല്ലായിടത്തും ദൈവത്തെ കാണും. You will also know how to handle opposition when it comes. പ്രതിസന്ധികൾ വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നിങ്ങൾക്കറിയാം. How did David respond? എങ്ങനെയാണ് ദാവീദ് പ്രതികരിച്ചത്? Did David say, "I have come here only with food for you, not to see the battle"? ദാവീദ്, ഞാൻ ഭക്ഷണവുമായിട്ടാണ് വന്നത്, യുദ്ധം കാണാനല്ല വന്നത് എന്ന് പറഞ്ഞു? If you have any doubt, you ask our father. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി അപ്പനോട് ചോദിക്കുക എന്ന് പറഞ്ഞു. Why are you accusing me unnecessarily? ഒരാവശ്യമില്ലാണ്ട് എന്നോട് കോപിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചോ? David did not say anything. ദാവീദ് ഒന്നും പറഞ്ഞില്ല. One sentence. ഒരു വാചകം. Verse 29. 29. What have I done? ഞാൻ എന്തു ചെയ്തു? What did I do? ഞാനിപ്പോൾ എന്തു ചെയ്തു? That's all. ഇത് മാത്രമേ താൻ ചോദിച്ചുള്ളൂ. He did not say anything else. മറ്റൊന്നും താൻ പറഞ്ഞു. In the book of Proverbs you read, സദൃശ്യവാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, a soft answer quenches anger. മൃദുവായ മറുപടി കോപത്തെ തണുപ്പിക്കുന്നു. A soft answer will quench anger. മൃദുവായ മറുപടി ക്രോധത്തെ ശമിപ്പിക്കുന്നു. David gives a very soft answer. ദാവീദ് വളരെ മൃദുവായ, He didn't argue. തർക്കിച്ചില്ല. He didn't fight. പോരാടിയില്ല. He said,
what did I do that? That's all he said. ദാവീദ് ഇത്രേ ചോദിച്ചുള്ളൂ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? Don't fight with Eliabs. ഏലിയാബുമാരോട് യുദ്ധം ചെയ്യരുത്. They are always there. അവരെപ്പോഴും അവിടെ ഉണ്ട്. But don't fight with them. പക്ഷെ അവരോട് പോരാടരുത്. Because you are in another battle. കാരണം നിങ്ങൾ മറ്റൊരു പോരാട്ടത്തിലാണ് ആയിരിക്കുന്നത്. You are battling against Goliath. നിങ്ങൾ ഗോലിയാത്തുമായിട്ടാണ് പോരാടുന്നത്. In the midst of that, don't create another battle in the midst of a battle. ഒരു യുദ്ധം നടക്കുന്നതിനിടയിൽ ചെറിയ മറ്റു പോരാട്ടങ്ങൾ ഉണ്ടാക്കരുത്. We have a great battle. നമുക്ക് വലിയൊരു യുദ്ധമുണ്ട്. Our battle is not against any brother or sister. നമ്മുടെ പോരാട്ടം മറ്റ് സഹോദരി സഹോദരന്മാരോടല്ല. Our battle is against Satan. നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് സാത്താനുമായിട്ടാണ്. He is our enemy. അവനാണ് നമ്മുടെ ശത്രു. Don't fight with others. മറ്റുള്ളവരുമായിട്ട് പോരാടി സമയങ്ങളായിരുന്നു. You stand together and fight with Satan. നാം ഒരുമിച്ച് നിന്ന് സാത്താനുമായിട്ട് പോരാടുക. Don't create a battle within a battle. ഒരു യുദ്ധത്തിനിടയിൽ മറ്റു പോരാട്ടങ്ങൾ കണ്ടെത്തരുത്. That's what many people are doing. അതാണ് പലരും ചെയ്യുന്നത്. We are already at war with Satan. നമ്മൾ സാത്താനുമായിട്ടൊരു യുദ്ധത്തിലാണ്. In the midst of that, we are at war with one another. അതിന്റെ മധ്യേ അന്യോന്യം പോരാട്ടം നയിക്കുകയാണ്. And some people, they get discouraged. പലരും അധൈര്യപ്പെട്ടു പോകാറുണ്ട്. Oh, if you say like that, okay, I am going home. ഇതുപോലെ പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ പോവാം. If my brother is not happy, then I am not going to stay here. എന്റെ സഹോദരന് സന്തോഷമില്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കാൻ പോകുന്നില്ല. I am going. ഞാൻ പോവാം. Did David say like that? ദാവീദ് അങ്ങനെയും പറഞ്ഞോ? David did not say like that. ദാവീദ് അങ്ങനെയും പറഞ്ഞില്ല. He did not quit and go home. താൻ അവസാനിപ്പിച്ച് പോയില്ല. Dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, when Eliabs criticize you, ഏലിയാബുമാര് നമ്മെ വിമർശിക്കും, they try to stop the good work God is doing through you. നിങ്ങളിലൂടെ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ, don't quit. നിങ്ങൾ അത് അവസാനിപ്പിക്കരുത്. Because somebody said something, please don't quit. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി നിർത്തരുത്. If God has prompted you, ദൈവം നിങ്ങളെ ഉയർപ്പിച്ചാൽ, if God is with you, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, if your intention is right, നിങ്ങളുടെ ഉദ്ദേശം ശരിയെങ്കിൽ, if what you do is scriptural, നിങ്ങൾ തിരുവചനത്തിന് അടിസ്ഥാനമായാണ് ചെയ്യുന്നെങ്കിൽ, don't quit and go home. അത് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങരുത്. Let Eliab say anything. ഏലിയാബുമാർ എന്തെങ്കിലും പറയട്ടെ. God has a greater plan for you. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. God's plan for you is not to fight with Eliab. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളെക്കുറിച്ച് ഏലിയാബിനോട് യുദ്ധം ചെയ്യാനല്ല. God's plan for you is to fight with Goliath. ദൈവത്തിന്റെ പദ്ധതി ഗോലിയാത്തുമായി പോരാടാൻ വേണ്ടി. Nothing should hinder you from going ahead in fulfilling God's plan for your life. ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് ഒരു തടസ്സവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. Suppose David had gone home. ദാവീദ് വീട്ടിൽ പോയി എന്ന് കരുതുക. David says, okay, if you don't want me here, I am going. ദാവീദ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോവാം. Suppose he had gone. അവൻ പോയെന്ന് കരുതുക. What would have happened? എന്ത് സംഭവിച്ചേനെ? Goliath would have gone home with Eliab's head. ഏലിയാബിന്റെ തലയുമായിട്ട് ഗോലിയാത്ത് വീട്ടിൽ പോയേനെ. That is what would have happened. അതായിരുന്നു സംഭവിക്കുക. But he did not. David did not go. ദാവീദ് മടങ്ങിപ്പോയില്ല. Because he did not go, താൻ പോവാഞ്ഞതുകൊണ്ട് God honored him. ദൈവം അവനെ മാനിച്ചു. Suppose David decides to go. ദാവീദ് മടങ്ങാൻ തീരുമാനിച്ചു എന്ന് കരുതുക. Okay, give me the breakfast bag that I brought. ഞാൻ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ തിരികെ തരിക. You take the idli dosa and bring me the empty bag. ആ ഇഡ്ലിയും ദോശയൊക്കെ എടുത്തിട്ട് ആ ബാഗ് ഇങ്ങോട്ട് തന്നേക്ക്. So he would go home with an empty bag. ഒരു കാലി സഞ്ചിയുമായിട്ട് താൻ തിരിച്ച് വീട്ടിൽ പോയാൽ. If he had gone. അവൻ പോയിരുന്നെങ്കിൽ. Because he did not go, പോകാഞ്ഞതുകൊണ്ട് that day when he went home, ആ ദിവസം ദാവീദ് മടങ്ങുന്ന വേളയിൽ he went with something else. മറ്റെന്തോ കൊണ്ടാണ് താൻ മടങ്ങിയത്. What did he go with? എന്തുകൊണ്ടാ പോയത്? He had Goliath's head in his hand. ഗോലിയാത്തിന്റെ തല അവന്റെ കയ്യിലുണ്ടായിരുന്നു. If you refuse to be discouraged, നിങ്ങൾ അധൈര്യപ്പെടുവാൻ വേണ്ടി നിങ്ങൾ വിസമ്മതിച്ചാൽ, if you don't quit, നിങ്ങൾ വിട്ടുപോയില്ല എങ്കിൽ, if you stand your ground, നിങ്ങളുടെ നിലയിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ, instead of the empty bag, God will give into your hand Goliath's head. കാലിയായ സഞ്ചിക്ക് പകരം ദൈവം നിങ്ങളുടെ കയ്യിൽ ഗോലിയാത്തിന്റെ തല തന്നെ തരും. That day when David walked from the battle front, he had Goliath's head in his hand. യുദ്ധമുഖം വിട്ട് ദാവീദ് പിന്തിരിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഗോലിയാത്തിന്റെ തലയുമായിട്ടാണ് അവൻ പോയത്. And David is now advancing. ഇപ്പോൾ ദാവീദ് മുന്നോട്ട് നീങ്ങുകയാണ്.
But Saul was very unhappy about David's move. ദാവീദിന്റെ നീക്കത്തിൽ ശൗല് അസംതൃപ്തനാണ്. Verse 33. 33-ാമത്തെ വാക്യം. Saul is saying, you are not able to go against this Philistine. ഈ ഫലിസ്ത്യർക്ക് നേരെ ചെല്ലാൻ നീ പോരാ. You are a young man. നീ ഒരു No experience of war. യുദ്ധപരിചയങ്ങളില്ല. No weapon. ആയുധമില്ല. No strength. ആരോഗ്യമില്ല. Then David sent something. അപ്പോൾ ദാവീദ് ഒരു കാര്യം പറഞ്ഞു. In verses 34 to 37, 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ David said, I have an experience. എനിക്ക് ചില അനുഭവങ്ങളുണ്ട്. When a lion and a bear came to attack my sheep, with the help of God, I tore them. ഒരു സിംഹവും ഒരു കരടിയും എന്റെ ആട്ടിൻകൂട്ടത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ അവരെ കീറിക്കളഞ്ഞു. I have experienced God's power in my secret life. എന്റെ രഹസ്യ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചവനാണ് ഞാൻ. We don't read David telling this anywhere else, this incident. ഈ രംഗങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ വിവരിക്കുന്നത് നാം കാണുന്നില്ല. Because the occasion demanded it, David talked about it. ഈ സന്ദർഭം ആവശ്യപ്പെട്ടപ്പോൾ ദാവീദ് അതിനെക്കുറിച്ച് സംസാരിച്ചു. His experience of winning a great victory over a bear and a lion. സിംഹത്തെയും കരടിയെയും ജയിച്ച തന്റെ അനുഭവം. David says, I have experienced God's strength in my private life. എന്റെ രഹസ്യ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി ഞാൻ അനുഭവിച്ചറിഞ്ഞു. Those who prove God in their private life, God will use them to win a victory in their public life. രഹസ്യ ജീവിതത്തിൽ ദൈവവുമായിട്ട് അടുത്ത് ജീവിച്ച് യുദ്ധങ്ങൾ ജയിച്ചവരെ ദൈവം പരസ്യമായി തന്നെ ഉപയോഗിക്കുവാൻ നിർത്തും. Those who prove God in private can rely upon God in public. രഹസ്യ ജീവിതത്തിൽ ദൈവത്തെ തെളിയിച്ചാൽ പരസ്യ ജീവിതത്തിലും ദൈവം നിങ്ങളെ എടുത്ത് ഉപയോഗിക്കും. That was David's confidence. അതാണ് ദാവീദിന്റെ ധൈര്യം. I have experienced God. ഞാൻ ദൈവത്തെ അറിഞ്ഞു. In my secret life, എന്റെ രഹസ്യ ജീവിതത്തിൽ God helped me to have victory over bear and lion. സിംഹത്തിനും കരടിക്കും മേൽ വിജയം നേടുവാൻ ദൈവം സഹായിച്ചു. Therefore, I know in my public life also God will give me victory. അതുകൊണ്ട് എന്റെ പരസ്യ ജീവിതത്തിലും ദൈവം വിജയം തരുമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. How is your private life? എങ്ങനെ ഇരിക്കുന്നു നിങ്ങളുടെ രഹസ്യ ജീവിതം? Do you experience God's power in your private life? നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി അറിഞ്ഞിട്ടുണ്ടോ? You know, bear and lion remind us of temptations. സിംഹവും കരടിയും നമ്മുടെ ജീവിതത്തിലെ പരിശോധനകളെ, പരീക്ഷകളെ കാണിക്കുന്നു. Do you win victories over the secret temptations that come in your life, in your private life? നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുന്ന രഹസ്യ പരിശോധനകളെ, പരീക്ഷകളെ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ? You never talk about it. അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. Because that's too private. അത് വളരെയേറെ രഹസ്യവും വ്യക്തിപരമാണ്. But have you experienced God's strength in having victory in your private life? പക്ഷേ നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി ദൈവത്തിന്റെ ശക്തി രുചിച്ചിട്ടുണ്ടോ? If you have sensed God's strength in your private life, you can rely upon God to help you in your public life. നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പരസ്യ ജീവിതത്തിലും ദൈവത്തെ നിങ്ങൾക്ക് ആശ്രയിക്കാം. That gave a lot of courage to David. അത് ദാവീദിന് വളരെയേറെ ശക്തി നൽകി. And when you come to verse 43, 43-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, you know, David says something very, very important. ദാവീദ് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു. In 43, the Philistine says to David, am I a dog that you come to me with a stick? 43-ൽ ഫെലിസ്ത്യൻ ദാവീദിനോട് പറയുന്നു, നീ വടിയുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായയോ എന്ന് ചോദിച്ചു. And the Philistine cursed David by his gods. അവന്റെ ദേവന്മാരെ വെച്ചുകൊണ്ട് ദാവീദിനെ ശപിച്ചു. Goliath is using the name of his god. ദാവീദ് തന്റെ ഗോലിയാത്ത് തന്റെ ദേവന്മാരുടെ നാമം ഉപയോഗിക്കുക. But in verse 47, 47-ാം വാക്യത്തിൽ David is using the name of his God. ദാവീദ് തന്റെ ദൈവത്തിന്റെ നാമം ഉപയോഗിക്കുക. All this assembly shall know that the Lord does not save with sword and spear, for the battle is the Lord's, and he will give you into our hands. യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. Goliath said, ഗോലിയാത്ത് പറഞ്ഞു, I am coming in the name of my gods. ഞാൻ എന്റെ ദേവന്മാരുടെ നാമത്തിൽ വരുന്നു. David said, ദാവീദ് പറഞ്ഞു, I am coming in the name of my God. ഞാൻ എന്റെ ദൈവത്തിന്റെ നാമത്തിൽ വരുന്നു. See, David recognized the nature of the battle.
ദാവീദ് ആ യുദ്ധത്തിന്റെ പ്രകൃതി തിരിച്ചറിഞ്ഞു. The battle is not between David and Goliath. ആ യുദ്ധം ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധമല്ല. The battle is not between the Philistines and the Israelites. ആ യുദ്ധം ഫിലിസ്ത്യരും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടമല്ല. The battle is between one God against another God. ആ യുദ്ധം എന്ന് പറയുന്നത് ദേവന്മാരും ദൈവവുമായിട്ടുള്ള യുദ്ധമാണ്. It is between the gods of the Philistines and the true and the living God. ആ യുദ്ധം എന്ന് പറയുന്നത് ഫിലിസ്ത്യരുടെ ദേവന്മാരും സത്യമായ ജീവനുള്ള ദൈവവുമായിട്ടാണ്. David recognized the spiritual nature of that battle. ആ യുദ്ധത്തിന്റെ ആത്മീക തലം തിരിച്ചറിഞ്ഞ ദാവീദ്. He saw that it was God's battle. അവൻ അത് കണ്ടത് ഇത് ദൈവത്തിന്റെ യുദ്ധമായിട്ടാണ്. When you come to verse 50, നമ്മൾ 50-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ you read of the weapons that he used. അവൻ ഉപയോഗിച്ച ആയുധങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. What are the weapons he used? അവൻ ഉപയോഗിച്ച ആയുധങ്ങൾ എന്തൊക്കെയാണ്? There was a stick, അവിടെ ഒരു വടി, there was stone, അവിടെ കല്ല്, sling, കവിണ. That's all. അത്രേ ഉള്ളൂ. What did Goliath have? ഗോലിയാത്തിന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? Oh, so many things. ഒരുപാട് കാര്യങ്ങൾ. What did David have? ദാവീദിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? A stick and a stone and a sling. ഒരു വടിയും കവണയും കല്ലും. And Goliath is asking, am I a dog? You are coming with a stick? ഗോലിയാത്ത് ചോദിക്കുകയാണ്, നീ ഇങ്ങനെ വടിയുമായിട്ട് വരാൻ ഞാനൊരു നായയാണോ? But remember this. ഇത് ഓർക്കുക, stick plus stone plus sling plus God is victory. ഒരു വടിയും ഒരു കവണയും കല്ലും ദൈവവും അതിന് സമം വിജയം. That is victory. അതാണ് വിജയം. Stick, വടി, stone, കല്ല്, sling, കവണ plus God. ദൈവവും. That is victory. ചേർന്നാൽ വിജയം. You don't need to have നിങ്ങൾക്ക് modern equipments to fight a spiritual battle. അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങളൊന്നും വേണ്ട ഒരു ആത്മീയ യുദ്ധത്തിന്. And he used that sling. All of you know the story. ആ കവണ താൻ ഉപയോഗിച്ചു. And it hit at the right point. അത് കൃത്യമായ സ്ഥലത്ത് പതിച്ചു. You know, his whole body was covered actually, Goliath's. ഗോലിയാത്തിന്റെ ശരീരം ആസകലം മൂടപ്പെട്ടു. But there was one point, weak point in Goliath's body. തന്റെ ശരീരത്തിൽ ഒരു തുറന്ന ഒരു ഭാഗം ദാവീദ്. When David used that sling, ആ കവണ ഉപയോഗിച്ചപ്പോൾ God directed that stone in such a way that it went and hit exactly at the right spot. ദാവീദ് ദൈവം ആ കല്ലിനെ പ്രത്യേക തലത്തിൽ സഞ്ചരിപ്പിച്ചു, അത് കൃത്യമായ സ്ഥലത്ത് എന്ന് പതിക്കേണ്ടതിന് വേണ്ടി. It hit the right spot and he fell. അത് കൃത്യ സ്ഥലത്ത് പതിക്കുകയും അവൻ മറിഞ്ഞു വീഴുകയും ചെയ്തു. God will show you the right spot if you rely on him. നിങ്ങൾ അവനെ ആശ്രയിച്ചാൽ കൃത്യസ്ഥാനം അവൻ കാണിച്ചു തരും. He will tell you how to use your sling. നിങ്ങളുടെ കവണകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവൻ പറഞ്ഞു തരും. And in verse 51, 51-ാമത്തെ വാക്യത്തിൽ David got on to this Philistine. ഈ ഫലസ്തീന്റെ മുകളിലേക്ക് അവൻ കയറി. There was enough room for him to stand. അവനെ കയറി നിൽക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. Because he was huge man. അവൻ വലിയൊരു മനുഷ്യനായിരുന്നു. David got on him. അവന്റെ മേൽ അവൻ കയറി. Cut off his hair. അവന്റെ തല അറുത്തെടുത്തു. When the story began, കഥ ആരംഭിക്കുമ്പോൾ David was looking up to Goliath. ദാവീദ് ഗോലിയാത്തിനെ നേരെ മുകളിലേക്ക് നോക്കുക. When the story ended, കഥ അവസാനിക്കുമ്പോൾ David is looking down at Goliath. ദാവീദ് ആ ഗോലിയാത്തിനെ താഴേക്ക് നോക്കുക. Because he is under his feet. കാരണം ഇപ്പോൾ ഗോലിയാത്ത് ദാവീദിന്റെ കാലിന്റെ കീഴെ. What did we learn today? ഇതിൽ നിന്ന് എന്ത് നാം ഇന്ന് പഠിച്ചു? What is the secret of David's victory? ദാവീദിന്റെ വിജയത്തിന്റെ രഹസ്യം എന്താ? Is it his physical strength? അവന്റെ ഭൗമികമായ ശക്തിയാണോ? Is it because he went to gym every day? എല്ലാ ദിവസവും ജിമ്മിൽ പോയതുകൊണ്ടാണോ? Is it because he had a gun in his hand? കയ്യിൽ വലിയൊരു തോക്കുള്ളതുകൊണ്ടാണോ? None of all that. അതൊന്നുമല്ല. Only secret. ഒരേ ഒരു രഹസ്യം, his intimacy with God. ദൈവവുമായിട്ടുള്ള അഭേദ്യമായ കൂട്ടായ്മ. He sensed God's presence every day. എല്ലാ ദിവസവും ദൈവത്തിന്റെ സാന്നിധ്യം രുചിച്ചു. He saw God in all situations. ദൈവത്തെ എല്ലാ സന്ദർഭങ്ങളിലും കണ്ടു. He experienced God's strength in his private life. തന്റെ രഹസ്യ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചു. And God gave him a victory in public life. പരസ്യ ജീവിതത്തിലും ദൈവം അവന് വിജയം കൊടുത്തു. Dear brothers and sisters, പ്രിയ സഹോദരീ സഹോദരന്മാരെ, seek the face of God. ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കുക. Isaiah 40 says, they that wait upon the Lord shall renew their strength.
യെശയ്യാ 40 പറയുന്നത് കർത്താവിനെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. Live close to him. അവനോട് അടുത്ത് ജീവിക്കുക. Receive his strength every day. അവന്റെ ശക്തി എന്നും പ്രാപിക്കുക. And you can handle any Goliath that come your way. നിങ്ങളുടെ വഴിയിൽ വരുന്ന ഏത് ഗോലിയാത്തിനെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും. May God bless these words to us. ദൈവം ഈ വാക്കുകൾ നമ്മളെ അനുഗ്രഹിച്ചു തരട്ടെ.